നമസ്കാരം. യൂറോപ്യന്മാരുടെ ആഗമനം അതേപോലെ തന്നെ അവരുടെ സംഭാവനകളാണ് കഴിഞ്ഞ 4 ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിച്ചു തീർത്തത്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്. അതായത് തിരുവിതാംകൂർ രാജവംശം ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം, കൂടുതൽ വൈകിപ്പിക്കുന്നില്ല. എല്ലാവർക്കും PSC ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂറിന്റെ ചരിത്രത്തെ കുറിച്ചാണ്. അതേപോലെ തന്നെ അവിടുത്തെ രാജാക്കന്മാർ, അതേപോലെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നു, എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് നമ്മുടെ തിരുവിതാംകൂറിന് കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്തത് എന്ന രീതിയിലൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് ആണ് തിരുവനന്തപുരം കേന്ദ്രമായി വികസിച്ചു വന്നിരുന്ന ഒരു സ്വരൂപമാണ് തൃപ്പാപ്പൂർ സ്വരൂപം. എവിടെയാണ്? തിരുവനന്തപുരത്ത് കേന്ദ്രമായി വികസിച്ചു വന്ന ഒരു സ്വരൂപമാണ് എന്ത്? തൃപ്പാപ്പൂർ സ്വരൂപം. തൃപ്പാദനപുരം എന്നായിരുന്നു ആദ്യത്തെ പേര്. അതേതായിരുന്നു? ആദ്യത്തെ പേര് മാറ്റിയിട്ടാണ് പിന്നെ തൃപ്പാപ്പൂരായി, തൃപ്പാപ്പൂർ എന്ന രീതിയിൽ ആയത്. അപ്പൊ ഏതാണ്? തൃപ്പാദപുരം എന്നായിരുന്നു ആദ്യത്തെ പേര്. അതെങ്ങനെ മോഡിഫൈ ആയി? അത് തൃപ്പാപ്പൂരായി മാറി. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേരെന്താ? തൃപ്പാപ്പൂർ സ്വരൂപം എന്നായിരുന്നു. തൃപ്പാപ്പൂർ സ്വരൂപം. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേരെന്താണ്? അത് തൃപ്പാപ്പൂർ സ്വരൂപമായിരുന്നു. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന എന്താ? ശ്രീ പത്മനാഭദാസമാർ എന്നായിരുന്നു. അതായത് ശ്രീ പത്മനാഭപുരം എന്ന രീതിയിലൊക്കെ അവിടെ സ്ഥലത്തിന്റെ പേരായതുകൊണ്ട് അവിടെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് എന്തുകൊണ്ടാ? ശ്രീ പത്മനാഭദാസന്മാർ എന്ന രീതിയിൽ. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമാണ് വഞ്ചീശമംഗളം. എന്താണ്? തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമാണ് വഞ്ചീശമംഗളം. തിരുവിതാംകൂറിന്റെ രാജവംശത്തിന്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? അത് ശംഖാണ്. ശംഖാണ് ഇത് തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക ചിഹ്നം. തിരുവിതാംകൂറിന്റെ പട്ടാളം അറിയപ്പെടുന്നിരുന്ന ഏതാ? നായർ ബ്രിഗേഡ് എന്നായിരുന്നു. പട്ടാളത്തെ വിളിച്ചിരുന്നതാണ് നായർ ബ്രിഗേഡ് എന്നായിരുന്നു. തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നഞ്ചിനാടാണ്. നമ്മൾ തിരുവിതാംകൂറിന്റെ എന്തൊക്കെ പേര് വിളിക്കുന്നുണ്ട്, അതിന്റെ ബേസിക് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ഏതാ? അത് നഞ്ചിനാടാണ്. കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെയാണ്? അത് തിരുവിതാംകൂറിലാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എവിടെയാണ് വന്നത്? അത് കേരളത്തിൽ ആദ്യമായിട്ട് വന്നത് തിരുവിതാംകൂറിലാണ്. ചട്ടവരിയോലകളിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത. ഏതിലാണ്? ചട്ടവരിയോലകളിലാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞിട്ട് പോകണം. ചട്ടവരിയോലകളിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമസംഹിത ചെയ്തിരുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണ് ഹിരണ്യഗർഭം. എന്താണ്? ഓരോ രാജാക്കന്മാർ മാറി വരുമ്പോൾ അവർക്കുള്ള രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണ് എന്ത്? ഹിരണ്യഗർഭം. ഹിരണ്യഗർഭമാണ് അവരുടെ സാധാരണ കിരീട ചേഞ്ച് യൂസ് ചെയ്തിരുന്ന സാധനം. ചടങ്ങിന്റെ പേര് ഹിരണ്യഗർഭം. ഹിരണ്യഗർഭത്തിനായി ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതം അറിയപ്പെടുന്ന എന്താ? പഞ്ചഗവ്യം എന്നാണ്. പഞ്ചഗവ്യം. അതായത് ഹിരണ്യഗർഭം എന്ന് നമ്മൾ പറഞ്ഞു, കിരീടം അധികാരി മാറുന്നതിനനുസരിച്ചുള്ള അധികാരി എടുക്കുന്ന, അതായത് ഒരാൾ അധികാരത്തിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏതാ ചടങ്ങ്? ഏതാ? അത് ഹിരണ്യഗർഭമായ. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്തിന് മിശ്രിതം ഏതായിരുന്നു? അത് പഞ്ചഗവ്യമാണ്. പഞ്ചഗവ്യമാണ് അതിലുണ്ടായിരുന്ന മിശ്രിതം എന്ന് പറയുന്നത്, മിശ്രിതം അറിയപ്പെടുന്നത്. പിന്നെ നമുക്ക് ആദ്യത്തെ ഭരണാധികാരി ആരാണെന്ന് നോക്കാം. മാർത്താണ്ഡവർമ്മയാണ് ആദ്യത്തെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഭരണാധികാരി എന്ന് പറയുന്നത്. അത് 1729 തൊട്ടിട്ട് 1759 വരെയാണ് ആരോ ഭരിച്ചത്? മാർത്താണ്ഡവർമ്മ ഭരിച്ചത്. ഏത് തൊട്ടിട്ടാണ്? 1729 തൊട്ടിട്ട് 1759. 9 കൂടിയിട്ട് ചേർന്നിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. 2959 എന്ന രീതിയിൽ പഠിച്ചു വയ്ക്കാം. ജനിച്ചതെന്നാണ് മാർത്താണ്ഡവർമ്മ? അത് 1706 എന്നായിരുന്നു കാലഘട്ടം? 1729 തൊട്ടിട്ട് 1759 വരെയാണ് കാലഘട്ടം എന്ന് പറയുന്നത്. ജനനം എന്ന 1706 ജനിച്ചത്. അതേപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ആധുനിക ചരിത്രം തുടങ്ങുന്നത് പാരമ്പര്യമായി വേണാട് രാജസ്ഥാനിൽ ലഭിച്ച മാർത്താണ്ഡവർമ്മയിൽ നിന്നാണ്. അതായത് വേണാടാണ് പിന്നീട് ഇത് തിരുവിതാംകൂറായിട്ട് മാറുന്നത്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന നിലയിൽ പ്രശസ്തി ആർജിച്ച ഭരണാധികാരിയാണ് ആര്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ മുഴുവൻ പേരെന്താ? അനിഴം തിരുനാൾ വീരബാല മാർത്താണ്ഡവർമ്മൻ എന്നായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ മുഴുവൻ പേര്. 1729 വീരരാമവർമ്മ മഹാരാജാവ് അന്തരിച്ച ശേഷം 23, അന്നത്തെ ചെറിയൊരു പ്രായമാണ് 23 എന്ന രീതിയിൽ 23കാരനായ
ശ്രീ പത്മനാഭദാസ, ശ്രീ അനിഴം തിരുനാൾ, വീരബാല മാർത്താണ്ഡവർമ്മ, കുലശേഖര പെരുമാൾ എന്ന സ്ഥാനമേറ്റു. അപ്പോൾ കുലശേഖര പെരുമാൾ എന്ന രീതിയിൽ ശരിക്കുള്ള പേര് തന്നെയായിരുന്നു. പിന്നെന്താ, 1341 മുതൽക്ക് വേണാട് രാജകുടുംബം മരുമക്കത്തായമായിരുന്നു സ്വീകരിച്ചത്. ഏതായിരുന്നു? മരുമക്കത്തായമായിരുന്നു സ്വീകരിച്ചത്. അതായത് മരുമക്കളായിരുന്നു അടുത്ത രാജാവായിട്ട് മാറിയിരുന്നത്. അതുപോലെ തന്നെ മഹാരാജ വീരവർമ്മയുടെ മക്കളായിരുന്ന പത്മനാഭൻ തമ്പിയും, അതായത് പപ്പു തമ്പി, അനുജൻ രാമൻ തമ്പി ഇത് പ്രകൃതി വിരുദ്ധമായെന്ന് പ്രഖ്യാപിച്ച് മാർത്താണ്ഡവർമ്മയുടെ അവകാശത്തെ ചോദ്യം ചെയ്തു. അതായത് നമുക്ക് ആർക്കായാലും ഒരു ഇതുണ്ടാവുമല്ലോ, മക്കളായിട്ടുള്ള എനിക്ക് കിട്ടാതെ മരുമകനായിട്ടുള്ള മാർത്താണ്ഡവർമ്മയ്ക്ക് കിട്ടുമ്പോൾ എന്തായാലും നമുക്കൊരു അസൂയ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്തു? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഊരാളന്മാരായ പോറ്റിമാരും അവരെ സഹായിച്ചു. അതായത് പോറ്റിമാർ എന്ന് പറയുന്ന അവിടുത്തെ ജന്മിമാർ, ക്ഷേത്രത്തിലെ ഊരാളന്മാരായ പോറ്റിമാരും ജന്മിമാരും അവരെ സഹായിച്ചു. മാടമ്പി പിള്ളമാരും ചേർന്ന് പപ്പു നമ്പ്യാരെ തൃശ്ശിനാപ്പള്ളിയിലേക്ക് അയച്ചു. അതായത് മാടമ്പിമാരും പിള്ളമാരും ചേർന്നിട്ട് പപ്പു തമ്പി അവിടെ സഹായിക്കാൻ എന്ന രീതിയിൽ ആക്കി. അതായത് മാർത്താണ്ഡവർമ്മനെ എങ്ങനെയെങ്കിലും തടയണം എന്ന രീതിയിൽ എന്നൊരു കൺസെപ്റ്റ് എന്ന രീതിയിലായിരുന്നു ഇവർ ചെയ്തിരുന്നത്. ഇവർക്ക് ആർക്കും മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തുന്ന ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? മാർത്താണ്ഡവർമ്മ മരുമകനാണല്ലോ. അതുകൊണ്ട് ഇവർക്ക് മക്കളായ ഇവർക്ക് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് രാജാക്കന്മാർ മാർത്താണ്ഡവർമ്മ വരാതിരിക്കാനുള്ള മാക്സിമം കാര്യങ്ങൾ നോക്കി. അപ്പൊ എന്താ, പപ്പു തമ്പിയെ സഹായിക്കാൻ ഗവർണർ അളഗപ്പ മുതലിയാറുടെ സൈന്യത്തോടൊപ്പം പറഞ്ഞയച്ചു. ഒരു സൈന്യം സഹായത്തിന് വേണ്ടി എത്തുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? പപ്പു തമ്പി. 8 വീട്ടിൽ പിള്ളമാരുടെയും മറ്റും ഉന്മൂലനം ചെയ്തുകൊണ്ട് അദ്ദേഹം തമ്പിമാരുടെ എതിർപ്പുകളെയും രാജ്യത്തിനകത്തുള്ള മാടമ്പിമാരുടെ ചെറുത്തുനിൽപ്പുകളെയും ഇല്ലാതാക്കി. അതെന്താ? കറക്റ്റായിട്ടുള്ള കോർഡിനേഷനും കൂടിയിട്ട് മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? അവരൊക്കെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി വിട്ടു. അതായത് ഉന്മൂലനം ചെയ്തു. അവരുടെ കാര്യങ്ങളിലൊക്കെ എന്താണ് ചെയ്യുന്നത് എന്ന വ്യക്തമായിട്ട് പ്ലാന് മാർത്താണ്ഡവർമ്മ മനസ്സിലാക്കിയ ശേഷം അവർക്ക് തടയിടാൻ വേണ്ടിയിട്ട് മാക്സിമം കാര്യങ്ങൾ ചെയ്തു. തമ്പിമാരുടെ പ്രധാന ആശ്രയമായ തിരുനെൽവേലിയിലെ അളഗപ്പ മുതലിയാർ പോലുള്ള സഹായ സമ്മർദ്ദം മൂലം അവസാനിപ്പിച്ചു. എന്താണ്? അവരെ സഹായിക്കാൻ ആരാണ് വന്നത്? അളഗപ്പ മുതലാളിയാണ്. അപ്പോൾ അവരെന്തും മാർത്താണ്ഡവർമ്മ ചോദിച്ചു. മാർത്താണ്ഡവർമ്മയുടെ അടുത്തെത്തിയപ്പോൾ നൈസായിട്ട് അവരെ ഉൾപ്പെടെ ഒഴിവാക്കി വിട്ടു. നമ്മുടെ മാർത്താണ്ഡവർമ്മ. ആഭ്യന്തര കലാപം തടയുവാനായി മാർത്താണ്ഡവർമ്മ മറവൻ പട രൂപപ്പെടുത്തി. അതായത് ഈ മരുന്ന് കണ്ടല്ലോ, ഈ പപ്പു തമ്പി 8 വീട്ടു പിള്ളമാരെയൊക്കെ വന്നിട്ട് യുദ്ധം ചെയ്യുമല്ലോ, അതിനെ തടയിടാൻ വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മ ഒരു മറവൻ പട രൂപപ്പെടുത്തി. അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ ചെയ്തു. പത്മനാഭപുര കൊട്ടാരം സന്ദർശിക്കാനെത്തിയ തമ്പിമാർ സൈനികരുമായി ഒരു തർക്കം വഴക്കിൽ കലാശിക്കലും പപ്പു തമ്പി സൈനികരായാലും രാമൻ തമ്പി മാർത്താണ്ഡവർമ്മയാലും മരണപ്പെട്ടു. ഇവർ രണ്ടുപേരും മാർത്താണ്ഡവർമ്മ ഇല്ലാതാക്കി. ഒരു സൈനികരുമായിട്ട് ആരുണ്ടായി? പ്രശ്നം ഉണ്ടായി. പപ്പു തമ്പി സൈനികരായാലും രാമൻ തമ്പി മാർത്താണ്ഡവർമ്മയായാലും വധിക്കപ്പെട്ടു. അടുത്തെന്താ? വേണാടിലെ പ്രമുഖ 8 വീട്ട് തറവാടുകളിലെ കാരണവന്മാരാണ് 8 വീട്ടു പിള്ളമാർ. ആരാണ്? 8 വീട്ടിലെ പിള്ളമാരും ഈ തമ്പിമാരെ സഹായിച്ചിരുന്നു. കാലങ്ങളായി കരുത്തനായ ഭരണാധികാരിയുടെ അഭാവം കാരണം ഇവരുടെ ശക്തി വർദ്ധിക്കലും രാജഭരണത്തിൽ കൈകടത്തവും പതിവായി. അതായത് വേണാട് മാറിയിട്ട് വേണാട് രാജഭരണം ഭരിക്കുമ്പോൾ ആരുണ്ടായിരുന്നു? അതായത് ഈ പിള്ളമാരുണ്ടായിരുന്നു, 8 വീട്ടു പിള്ളമാരുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ഈ വേണാടിന്റെ കാര്യങ്ങളിലൊക്കെ നൈസായിട്ട് അങ്ങോട്ട് ഇടപെടാൻ തുടങ്ങി. അപ്പോൾ മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു? ഈ പിള്ളമാരെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ തുടങ്ങി. അപ്പോൾ അവരെന്താ, മൊത്തത്തിൽ അധികാരം പിടിച്ചെടുക്കുക എന്ന രീതിയിലൊരു കൺസെപ്റ്റ് മാർത്താണ്ഡവർമ്മ ചെയ്യുകയാണ് എന്ന രീതിയിൽ പറഞ്ഞു വരുത്തുക എന്ന രീതിയിൽ ഉണ്ടായിരുന്നു ഈ പിള്ളമാർക്കും തമ്പിമാർക്കും. അതുപോലെ തന്നെ യോഗരായ പോറ്റിമാരും ആർക്ക് സഹായം ചെയ്തു? പിള്ളമാർക്ക് സഹായം ചെയ്തു. കുറച്ചു കാലം ഒളിവിൽ കഴിഞ്ഞ ഇവരെ പിടിക്കപ്പെടുകയും രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്തു. ആർക്ക്? തലവേദനയാണ് മാർത്താണ്ഡവർമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇല്ലാണ്ടാക്കിയത്. 1730 തമിഴ്നാട്ടിലെ നെയ്ക്കാമണ്ഡപത്തിൽ വെച്ച് 8 വീട്ടിൽ പിള്ളമാരെ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? തൂക്കിക്കൊന്നു. അവരുടെ അങ്ങനെ ശല്യം തീർക്കുക എന്ന രീതിയിൽ നൈസായിട്ട് 8 വീട്ടു പിള്ളമാരെയും തൂക്കിക്കൊന്നു.
അപ്പോൾ വേറെ ആർക്കും സ്വസ്ഥമായിട്ട് ഭരിക്കാവുന്ന രീതിയിൽ മാർത്താണ്ഡവർമ്മ എന്ന രീതിയിൽ മാറുവാണ്. തിരുവിതാംകൂറിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? അത് കൽക്കുളത്തായിരുന്നു, അതായത് പത്മനാഭപുരത്ത്. കൽക്കുളത്തായിരുന്നു തിരുവിതാംകൂറിന്റെ ആസ്ഥാനം. എവിടെയായിരുന്നു? കൽക്കുളം, പത്തനാപുരം. മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം ഏതായിരുന്നു? അത് മാവേലിക്കരയായിരുന്നു. മാവേലിക്കരയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം എന്ന രീതിയിൽ പറയുന്നത്. തിരുവിതാംകൂറിലെ വാണിജ്യ വകുപ്പിന്റെ ആസ്ഥാനം എവിടെ? അതും മാവേലിക്കര. എന്തൊക്കെയാണ് മാവേലിക്കരയുള്ളത്? വ്യാപാര തലസ്ഥാനമുണ്ട്, വ്യാപാരമുണ്ട്, അതായത് വാണിജ്യമുണ്ട്. ഈ രണ്ടെണ്ണം കൂടി ആണ് മാവേലിക്കര ഉണ്ടായിരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു തിരുവിതാംകൂറിന്റെ പട്ടാളം അറിയപ്പെടുന്നതാ, അത് നായർ ബ്രിഗേഡ് ആയിരുന്നു. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്നത് അത് മാർത്താണ്ഡവർമ്മയായിരുന്നു. കുറെ വിശേഷണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. നെയ്യാറ്റിൻകരയുടെ രാജകുമാരനാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഒന്ന് നോട്ട് ചെയ്തോ. ഇനി അടിയിലേക്ക് വരുമ്പോൾ കൂടുതൽ വിശേഷണങ്ങൾ മാർത്താണ്ഡവർമ്മനായിട്ട് കാണുന്നതാണ്. അടുത്ത പോയിന്റ് എന്താ? 1736 ഇളയെടുത്ത് സ്വരൂപത്തിലെ, അതായത് ഇളയെടുത്ത് സ്വരൂപം ഏതാ? കൊട്ടാരക്കര ആണ് ഇളയെടുത്ത് സ്വരൂപം. തമ്പുരാൻ മരിച്ചപ്പോൾ മാർത്താണ്ഡവർമ്മയെ അനന്തരാവകാശിയെ സംബന്ധിച്ച് തർക്കങ്ങൾ അറിയിച്ചു. തർക്കങ്ങൾ ഉണ്ടായി. മാർത്താണ്ഡവർമ്മയെ ഭയന്ന റാണി തെക്കുംകൂറിൽ പോവുകയും അവിടെ അഭയം തേടുകയും ചെയ്തു. അപ്പൊ ഈ തെക്കുംകൂറിൽ ആരുണ്ടായിരുന്നു? ഈ നമുക്ക് യൂറോപ്യൻ ശക്തികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ, ഈ സഹായിക്കുമെന്ന് റാണി വിചാരിച്ചു. അപ്പോൾ ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി റാണി സഖ്യത്തിലായി. നമ്മൾ പറഞ്ഞല്ലോ യൂറോപ്യന്മാർ അവിടെ ഉണ്ടാവും, യൂറോപ്യൻ ശക്തിയാണ്. അപ്പൊ ആരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ആ ഡച്ചുകാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ റാണിക്ക് സഹായം എന്ന രീതിയിൽ ആരാണ് റാണിക്ക് വേണ്ടിയിരുന്നത്? അത് ഡച്ചുകാർ എന്ന രീതിയിലായിരുന്നു. ഡച്ചുകാരനായ വാൻ ഇംഹോഫ്, പേര് നോട്ട് ചെയ്തോ, ഡച്ചുകാരനായ വാൻ ഹിംഹോഫ് ആണ് റാണിക്ക് വേണ്ടി മാർത്താണ്ഡവർമ്മയായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. അയർ രാജ്യങ്ങളിലായ ആഭ്യന്തര കാര്യങ്ങളിൽ മാർത്താണ്ഡവർമ്മ ഇടപെടുന്നതിനുള്ള റാണിയുടെ എതിർപ്പ് അറിയിച്ചു. ആര് വഴിയാണ്? ഡച്ചുകാരനായ വാൻ ഇംഹോഫ് വഴിയാണ് എന്ത് റാണിക്ക് വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മയ്ക്ക് സഹായിച്ചത്. അതായത് മാർത്താണ്ഡവർമ്മ പിടിച്ചെടുക്കുക എന്ന രീതിയിലായിരുന്നു ഇളയെടുത്ത് സ്വരൂപത്തെ, അതായത് കൊട്ടാരക്കര പിടിക്കരുത് എന്ന രീതിയിലായിരുന്നു. ആര് മരിച്ചപ്പോൾ? കൊട്ടാരക്കര തമ്പുരാൻ മരിച്ചപ്പോഴാണ് ഈ ഇതായിരുന്നു. 1741 വാൻഹിഹോഫ് റാണിയെ ഇളയെടുത്ത് സ്വരൂപത്തിന്റെ അടുത്ത ഭരണാധികാരിയായി വാഴിച്ചു. അതായത് അവിടെ ആരുണ്ടായിരുന്നില്ല, കൊട്ടാരക്കര തമ്പുരാൻ മരിച്ചപ്പോൾ അവിടെ ആരുണ്ടായിരുന്നില്ല, അവിടെ രാജാക്കന്മാരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അടുത്ത ആരായിരുന്നു ഭരണാധികാരിയായിട്ട്? ആര് വാഴിച്ചു? ഡച്ചുകാരനായ വാൻ ഇംഹോഫ് റാണിയുടെ ഇളയെടുത്ത് സ്വരൂപം അടുത്ത ഭരണാധികാരിയായിട്ട് സ്ഥാപിച്ചു. അപ്പൊ എന്ത്, മാർത്താണ്ഡവർമ്മ സൈന്യത്തെ സംഘടിപ്പിച്ചുകൊണ്ട് റാണിയുടെ സംയുക്ത സേനയെ ആക്രമിച്ചു. ആ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയം സംഭവിക്കുകയും ഇളയെടുത്ത് സ്വരൂപം വേണാടിന്റെ ഭാഗമായിട്ട് മാറും, അതായത് തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ട് മാറും. അപ്പൊ എന്തായി, കൂടുതൽ പ്രദേശങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആർക്ക് കിട്ടി? അത് മാർത്താണ്ഡവർമ്മയ്ക്ക് കിട്ടി. അപ്പൊ എത്രാം വയസ്സിലാണ് നമുക്ക് ആലോചിക്കണം? 23-ാം വയസ്സിലാണ് മാർത്താണ്ഡവർമ്മ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് തുടങ്ങുന്നതാണ് കാര്യങ്ങളൊക്കെ ഈ ചെയ്യുന്നത്. അപ്പൊ ആ യുദ്ധം എന്തായിരുന്നു? എന്താണ് നമുക്ക് കുളച്ചിൽ യുദ്ധം നോക്കാം. ആ കുളച്ചിൽ യുദ്ധം നടന്നത് 1741 നടന്നത്. അത് നമുക്ക് പഠിക്കേണ്ടതാണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ വിദേശ നാവികസേനയോട് ഏറ്റുമുട്ടി വിജയിച്ച ആദ്യത്തെ യുദ്ധം. ഇന്ത്യയിൽ വിദേശ നാവികസേനയോട് ഏറ്റുമുട്ടി വിജയിച്ച ഏതാണ് ആദ്യത്തെ യുദ്ധം? അത് കുളച്ചിൽ യുദ്ധമാണ്. കുളച്ചിൽ യുദ്ധം ആണ് അത്. ബാക്കി കാര്യങ്ങൾ നോക്കാം. മാർത്താണ്ഡവർമ്മയെ തെക്കു നിന്ന് ആക്രമിക്കാൻ അവർ തീരുമാനിച്ചു. കുളച്ചൽ എന്ന സ്ഥലത്ത് തെക്കായി ശ്രീലങ്കയിൽ നിന്നും കപ്പൽ മാർഗം പടയാളികളെ ഇറക്കി. അതായത് മാർത്താണ്ഡവർമ്മയ്ക്ക് ചുറ്റും എന്ന രീതിയിൽ 4 ഭാഗത്തുനിന്ന് അടിക്കാവുന്ന രീതിയിൽ ഡച്ചുകാർ പ്ലാൻ ചെയ്തു. അപ്പൊ എന്താ, കുളച്ചിൽ വെച്ചു നടന്ന ചരിത്രപ്രസിദ്ധമായ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം വിജയിച്ചു. അപ്പൊ എന്താ, മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു ക്രെഡിറ്റ് ആവുകയാണ്. കുളച്ചിൽ യുദ്ധത്തിൽ ജയിക്കുവാണ്, 1471 ജയിക്കുവാണ്. അത് ഡച്ച് സൈന്യത്തിലെ കുറേ പേര് മരിച്ചു. അപ്പോൾ എന്തുണ്ടായി, മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു ക്രെഡിറ്റ് കിട്ടുവാണ്. ആ യുദ്ധത്തിൽ ജയിച്ചപ്പോൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു ക്രെഡിറ്റ് കിട്ടുകയാണ്. അപ്പൊ എന്താ, ഈ യുദ്ധം നടന്നെന്താ 1741 ഓഗസ്റ്റ് 10. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 1741 ഓഗസ്റ്റ് 10 അത് യുദ്ധം നടന്നത്. ഡച്ച് സൈന്യത്തിന്റെ പീരങ്കികളും യുദ്ധ സാമഗ്രികളും തിരുവിതാംകൂർ സൈന്യം കൈക്കലാക്കി. അപ്പൊ എന്താ, കൂടുതൽ സാമഗ്രികൾക്ക് വരുമ്പോ എന്താ, നമ്മൾ എന്തായാലും ശക്തിപ്പെടും. മാർത്താണ്ഡവർമ്മയ്ക്ക് അറിയാം കൂടുതൽ ശക്തി കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ എന്താ, ഡച്ച് കപ്പിത്താനായ ഡിലനോയെ ഉൾപ്പെടെ 24 ഡച്ചുകാർ പിടിയിലായി.
അങ്ങനെയാണ് നമ്മുടെ സൈന്യത്തിന്റെ സൈന്യാധിപനായി ആര് മാറുന്നത്? ഡിലനോയ് മാറുന്നത്. 1741 ഓഗസ്റ്റ് 10 എന്ത് കുളച്ചിൽ യുദ്ധം നടക്കുന്നത്. അത് നമ്മൾ മെയിനായിട്ട് നോക്കണം. ആരൊക്കെ തമ്മിലാണ് യുദ്ധം ഉണ്ടായത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാവിക സൈന്യാധിപനായിരുന്നു ആര്? ക്യാപ്റ്റൻ ഡിലനോയ്. കുളച്ചിലെ തടവുകാരനായി. പിന്നീട് എന്താ കുളച്ചിലെ യുദ്ധം ഇതാക്കി. പിന്നെ ഉത്തരവാദിത്തം പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിന്റെ ആണിക്കല്ലായിരുന്നു. അതായത് ഒരു പ്രാദേശികമായിട്ടുള്ള ആയുധ പരിശീലനേക്കാൾ ഒരു യൂറോപ്യൻ ശക്തിയുടെ ആയുധ പരിശീലനം കൂടി ആരുടെ സൈന്യത്തിന് ലഭിച്ചു? അത് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന് ലഭിച്ചു. കൈക്കലാക്കിയ യുദ്ധസാമഗ്രികൾ സൈന്യത്തിന് വലിയ സഹായമായി. അതെന്താ? കൂടുതൽ എക്യുപ്മെന്റ്സ് ഒക്കെ കിട്ടല്ലേ നമുക്കൊരു തോക്കോ അല്ലെങ്കിൽ ഒരു പീരങ്കിയോ കിട്ടുമ്പോൾ ഒക്കെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാലോ. വലിയ കപ്പിത്താൻ എന്നായിരുന്നു ഇദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. അത് ആരെയാണ്? ഡെലിനോയിനെ ആയിരുന്നു വലിയ കപ്പിത്താൻ എന്ന രീതിയിൽ വിളിച്ചത്. ഇദ്ദേഹത്തിന്റെ സേവനം പിന്നീട് രാജാവിന്റെ കാലത്തും ധർമ്മരാജാവിന്റെ കാലത്തും ഉണ്ടായിരുന്നു. അത് ആരുടെ ഒക്കെ ഉണ്ടായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ധർമ്മരാജാവുണ്ട്. നമ്മുടെ കിഴവൻ രാജയുടെ കാലത്തും ഉണ്ടായിരുന്നു. ആര്? ഈ ഡിലനോയ് ഉണ്ടായിരുന്നു. എന്നിട്ട് 1777 ഉദയഗിരിയിൽ വെച്ചാണ് അവിടെ ആര് മരണപ്പെടുന്നത്? ഡിലനോയ് മരണപ്പെടുന്നത്. ഇത്രയാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മനെ കുറിച്ചിട്ടുള്ള ബേസിക് കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് യുദ്ധങ്ങളിൽ പരിചയപ്പെടാം. കായംകുളമായിട്ടുള്ള ആ യുദ്ധം, അതായത് രാമൻ ദളവയുടെ കീഴിൽ 6000 തിരുവിതാംകൂർ സൈന്യം കായംകുളം രാജാവിന്റെ കൊല്ലങ്കോട് ആക്രമിച്ചു. എന്നാണ് 1742 കായംകുളവുമായിട്ടുള്ള യുദ്ധം. അതേപോലെ തന്നെ 1741 കുളച്ചിൽ യുദ്ധം. അവിടെ നിന്ന് ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ കായംകുളം യുദ്ധം ഉണ്ടാവുന്നു. ആരുടെ കീഴിലായിരുന്നു? രാമൻ ദളവയുടെ കീഴിലായിരുന്നു ഇതാക്കിയത്. അച്യുതൻ വാര്യർ എന്ന മന്ത്രിയുടെ കീഴിൽ കായംകുളം സൈന്യം എതിർത്തു നിന്നു. അതെന്താ? ഒന്ന് പിടിച്ചു നിൽക്കാൻ ആർക്ക് സഹായിച്ചു? കായംകുളം യുദ്ധത്തില് അത് അച്യുതൻ വാര്യർക്ക് മനസ്സിലായി, പിടിച്ചു നിൽക്കാൻ സാധിച്ചു. കോട്ട കീഴടക്കാനാവാതെ തിരുവിതാംകൂർ സൈന്യം പിൻവാങ്ങി. എന്താ? ഒരു പരാജയ ഭീതി ഉണ്ടായപ്പോൾ ആരെന്ത് ചെയ്തു? രാമൻ ദളവ എന്ത് ചെയ്തു? തിരുവിതാംകൂറിലേക്ക് തന്നെ റിട്ടേൺ പോയി. അതേപോലെ തന്നെ കായംകുളം രാജാവുമായി സഖ്യകക്ഷികളായ ഡച്ചുകാരും തെക്കോട്ട് കിളിമാനൂർ വരെ പിടിച്ചടക്കി. ഈ യുദ്ധത്തിൽ എന്താ? കുറച്ചും കൂടി പവർ ആയിണ്ടടാ എന്ന രീതിയിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കുകയാണ്. അതെന്താ? കിളിമാനൂർ വരെ പിടിച്ചടക്കി. മാർത്താണ്ഡവർമ്മ തിരുനെൽവേലിയിൽ നിന്ന് ഒരു കുപ്പിണി കുതിരപ്പട്ടാളത്തെ സമ്പാദിച്ച് ശക്തമായ ഒരു സൈന്യമായി കിളിമാനൂർക്ക് വിടും. കിളിമാനൂർ ഈ സമയം ആരൊക്കെ ഉണ്ട്? കായംകുളം രാജാവും ഉണ്ട്, അതേപോലെ തന്നെ ഡച്ച് കുറച്ച് പേരുണ്ട്. പക്ഷെ മാർത്താണ്ഡവർമ്മയുടെ പക്കൽ ആരുണ്ട്? ഡെലനോയും ഉണ്ട്. ഡെലനോയുടെ കുറച്ച് അടവും കാര്യങ്ങളൊക്കെ പ്രാദേശികമായിട്ടുള്ള സൈന്യത്തിന് പഠിപ്പിക്കുകയും ഡെലനോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ഈ സൈന്യത്തെ 3ആയി തരംതിരിച്ചു. അനന്തരവനായ ആര്? രാമവർമ്മ ചെയ്തു ഒരു സൈന്യത്തിന്റെ ക്യാപ്റ്റനായി. അതേപോലെ തന്നെ രാമൻ ദളവ ആയി ഒരെണ്ണം, അതേപോലെ തന്നെ ഡെലിനോയ് ഒരു ക്യാപ്റ്റനായി. അപ്പൊ ഓരോന്നിന്റെയും സൈന്യാധിപനമായ ആര് മാറി? ഈ 3 പേര്. ആരൊക്കെയാണ്? രാമവർമ്മ, രാമയ്യൻ ദളവ, അതേപോലെ തന്നെ ഡിലിനോയ് മാറി. നമുക്ക് അടുത്ത ഉടമ്പടിനെ കുറിച്ചിട്ട് പഠിക്കാം. ഈ കായംകുളം ഇതിന്റെ ഒപ്പം തന്നെയാണ് ഇത് വരുന്നത്. 1742 കായംകുളം യുദ്ധം നടക്കുന്നത്. അതിന്റെ അന്ന് തന്നെയാണ് മാന്നാർ ഉടമ്പടി നടക്കുന്നത്. 1742 മാർത്താണ്ഡവർമ്മയും കായംകുളം ഭരണാധികാരിയുമായ ഒപ്പുവെച്ച കരാറാണ് എന്ത്? മാന്നാർ ഉടമ്പടി. സന്ധി സംഭാഷണത്തിന് ശേഷം കായംകുളം തിരുവിതാംകൂറിന്റെ ഒപ്പമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് മാറി. അതാ പകുതിയോളം രാജഭാഗങ്ങൾ തിരുവിതാംകൂറിൽ ലയിച്ചു. അങ്ങനെ കായംകുളവും മാർത്താണ്ഡവർമ്മയ്ക്ക് കിട്ടുകയാണ്. അപ്പോൾ തിരുവിതാംകൂർ വലിയൊരു രാജ്യമായിട്ട് മാറാൻ പോവാണ്. വലിയൊരു നാട്ടുരാജ്യമായിട്ട് എന്താണ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. ആര്? അത് നമ്മുടെ മാർത്താണ്ഡവർമ്മ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? നമ്മൾ 3 വർഷമാണ് പഠിച്ചത്. 1741 കുളച്ചൽ യുദ്ധം, അതേപോലെ തന്നെ 1742 കായംകുളം യുദ്ധം, അതേപോലെ തന്നെ 1742 തന്നെ നടന്നത് മാന്നാർ യുദ്ധം, മാന്നാർ ഉടമ്പടി. അപ്പോൾ ഈ 3 ഇയർ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇയർ വൈസ് ആണെങ്കിൽ നമുക്ക് പിന്നീട് പറഞ്ഞുതരാം. ഇയർ വൈസ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഇയർ വൈസും കൂടെ നമുക്ക് ക്ലാസ് എടുക്കാം.
ചെറിയൊരു ഷോർട്ടായിട്ട് നോക്കാം. അടുത്തൊരു യുദ്ധമാണ് പുറക്കാട് യുദ്ധം. നടന്ന വർഷം ഏതാ? 1746. 1746 പുറക്കോട് യുദ്ധം നടക്കുന്നത്. അതാരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും. പുറക്കാട് സൈനാധിപനായിരുന്ന മാത്തൂർ പണിക്കരും തെക്കോട് ഭട്ടതിരിയും തിരുവിതാംകൂറിന്റെ സൈന്യത്തിന്റെ ഭാഗമായി. അതായത് കായംകുളം രാജാവുമായിട്ട് യുദ്ധം ഉണ്ടാവുമ്പോൾ പുറക്കാട് ഇവർ രണ്ടുപേരും ആരുടെ ഭാഗം ചേർന്നു? തിരുവിതാംകൂറിന്റെ ശക്തിയായിട്ട് മാറുന്നു. ആരൊക്കെയാണ്? മാത്തൂർ പണിക്കരും തെക്കേടത്ത് ഭട്ടതിരിയും ആയിട്ട് മാറി തിരുവിതാംകൂറിന്റെ സൈന്യത്തിനൊപ്പം മാറി. ഇത് പുറക്കാട് യുദ്ധത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഡെലിനോയുടെ നേതൃത്വത്തിൽ സൈന്യം 1746 പുറക്കാട് രാജാവിനെ തടവിലാക്കുകയും തിരുവനന്തപുരം ജയിലിലേക്ക് ഇറക്കുകയും ചെയ്തു. അതായത് കൂടുതൽ പവർഫുൾ ആയല്ലോ. അപ്പോൾ ഡെലിനോയ് സൈന്യത്തിന്റെ അധിപനാണല്ലോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ സഹായിക്കാൻ മാർത്താണ്ഡവർമ്മയെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1749 1750 ഇടയ്ക്കായി രണ്ട് രാജ്യങ്ങളും, അതായത് തെക്കുകൂറും വടക്കുകൂറും എന്തായി? അത് നമ്മുടെ തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ട് മാറുന്നു. ആരുടെ സഹായത്തോടെ? അത് ഡെലിനോയുടെ സഹായത്തോടു കൂടിയാണ് മാറുന്നത്. ഇനി നമുക്ക് മാവേലിക്കര ഉടമ്പടി നോക്കാം. മാവേലിക്കര ഉടമ്പടി നമ്മൾ ഡച്ചുകാരുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1753 അത് നടക്കുന്നതെന്ന്. അത് ആ വീഡിയോ കാണാത്തവർ, അതായത് യൂറോപ്യന്മാരുടെ ആഗമനം കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡച്ചുകാർ മാവേലിക്കരയിൽ വെച്ച് രാമയ്യൻ ദളവുമായി സന്ധിയിൽ ഏർപ്പെടാനായി വന്നു. ഇതിൻ പ്രകാരം ഭാവിയിൽ നാടിന്റെ ആഭ്യന്തര കാര്യങ്ങളിലും ഇടപെടില്ലെന്നും വ്യാപാരം മാത്രമായി ഒതുങ്ങിക്കൂടാമെന്നും അവർ സമ്മതിച്ചു. അത് നമ്മൾ ഡച്ചുകാരുടെ കാര്യം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാദേശിക കാര്യങ്ങളിൽ ആരിടപെടണ്ട? ഡച്ചുകാർ ഇടപെടണ്ട എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1750 ജനുവരി 3 ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം ഉണ്ടാവാൻ പോവുകയാണ്. അതായത് കൊല്ലവർഷം 925 മകരം 5 മാർത്താണ്ഡവർമ്മ വിപുലമായ രാജ്യം ശ്രീ പത്മനാഭന് അടിയറ വെച്ചുകൊണ്ട് പ്രതീകാത്മകമായും മഹത്തരവുമായ കാര്യം നിർവഹിച്ചു. അതെന്താണ്? തൃപ്പടിദാനം എന്നറിയപ്പെടുന്നു. ഏതാണ് വർഷം? 1750 ജനുവരി 3. ജനുവരി 3 തൃപ്പടിദാനം നടക്കുന്നത്. മറക്കണ്ട, നമ്മൾ ഓരോ വർഷം എന്ന രീതിയിൽ വേണമെങ്കിൽ നോക്കാം. ഇതിലെ രേഖകൾ പ്രകാരം രാജാവും തന്റെ പിൻഗാമികളും ശ്രീ പത്മനാഭന്റെ ദാസന്മാരായി അദ്ദേഹത്തിന്റെ അഭാവത്തിൽ രാജ്യം ഭരിക്കുകയെന്നാണ് ഇതിന്റെ അർത്ഥം. എന്താണ്? രാജാവിന്റെ പിൻഗാമികൾ രാജ്യം ഭരിക്കുക എന്ന രീതിയിലായിരുന്നു അതായത് തൃപ്പടിദാനം കഴിഞ്ഞിട്ടുള്ള ആ കാലത്തുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനുശേഷം മാർത്താണ്ഡവർമ്മ എന്തായി? ശ്രീ പത്മനാഭദാസൻ എന്ന രീതിയിൽ പേര് മാറി. എന്തൊക്കെയാണ്? നെയ്യാറ്റിങ്കര രാജകുമാരൻ എന്ന രീതി പറഞ്ഞു, ശ്രീ പത്മനാഭദാസൻ എന്ന രീതിയിൽ പറഞ്ഞു, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന രീതിയിലും ഉണ്ട്. അത് നമ്മൾ അടുത്ത ഇതിൽ പഠിക്കാം. അതായത് അടുത്ത പോയിന്റൊക്കെ ആയിട്ട് വരും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും മുടങ്ങാതെ ഏർപ്പെടുത്തിയ രാജാവാണ് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്തൊക്കെയുണ്ടായിരുന്നു? ഒരു മുറജപവും ഒരു ഭദ്രദീപവും ഉണ്ടായിരുന്നു. മുടങ്ങാതെ ഏർപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. മുറജപം 6 വർഷത്തിൽ ഒരിക്കലും, ഭദ്രദീപം 2 വർഷത്തിലും. അതായത് ജപിക്കുക എപ്പം നമുക്ക് 6 വർഷം കഴിഞ്ഞാലും പറ്റും. ദീപം 2 വർഷത്തിലെങ്കിലും കത്തിച്ചിരിക്കണം. എന്നാലും അത്ര എന്ന രീതിയിൽ ഷോർട്ട് ഫോം എന്ന രീതിയിൽ നമുക്ക് പഠിക്കാം. മുറജപം അതായത് മുറജപം 6 വർഷം. അതേപോലെ തന്നെ ഭദ്രദീപം അത് 2 വർഷം. ആദ്യമായിട്ട് മുറജപം ആഘോഷിക്കുന്ന അത് 1750. അപ്പോൾ തൃപ്പടിദാനം നടന്നെന്ന അത് 1750 ജനുവരി 3. അതേ വർഷം തന്നെയാണ് മുറജപം സ്റ്റാർട്ട് ചെയ്യുന്നത്, മുറജപം നടക്കുന്നത്. ഇത്രയും ഇയേഴ്സ് ഒന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ടൈമിൽ അത് മറച്ചു നോക്കുകയാണെങ്കിൽ നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റയ്ക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചതാരാ? അത് മാർത്താണ്ഡവർമ്മയാണ് ചെയ്തതാര്? മാർത്താണ്ഡവർമ്മയാണ്, മഹാരാജാവാണ്. അതേപോലെ തന്നെ പൊന്നന അണക്കെട്ടുകൾ നിർമ്മിച്ചതാരാ? അത് മാർത്താണ്ഡവർമ്മയാണ്. പൊന്നണ അണക്കെട്ടുകൾ നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ നിർമ്മിച്ച ഡാമുകൾ ഏതൊക്കെ? പള്ളിക്കൊണ്ടൻ ഡാം, ചാട്ടുപുത്തൂർ ഡാം, ശബരി ഡാം, പമ്പന ഡാം. അത് ഒന്ന് പഠിച്ചേക്കുക. ഏതൊക്കെയാണ്? പള്ളിക്കൊണ്ടൻ ഡാം, പുത്തൂർ ഡാം, പിന്നെ ശബരി ഡാം, അടുത്തത് പമ്പന ഡാമാണ് അടുത്തത്. പിന്നെന്താ? മാർത്താണ്ഡവർമ്മ ആകെ പേടിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അടുത്തത് അമ്മളച്ചിപ്രാവിന്റെ പോടിനുള്ളിൽ
ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ഏതാ? അത് മാർത്താണ്ഡവർമ്മ. പല യുദ്ധങ്ങളും മാർത്താണ്ഡവർമ്മ ഫേസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അമ്മച്ചിപ്ലാവിനെ പോടിനുള്ളിൽ ഒളിച്ചിട്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. അത് പോയിന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഉദയഗിരി കോട്ട പുതുക്കി പണിഞ്ഞ രാജാവാരാ? അത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ആരാണ്? ഉദയഗിരി കോട്ട പുതുക്കി പണിത രാജാവാണ്. കോട്ട നിർമ്മാണത്തിന് കരിങ്കല്ല് ഉപയോഗിച്ച ആദ്യത്തെ കേരളീയ രാജാവാ? അതും നമ്മുടെ ഇത് മാർത്താണ്ഡവർമ്മയാണ്. തമിഴ്നാട്ടിലെ തലയ്ക്കടുത്ത് ഉദയഗിരി കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഡെലിനോയുടെ ശവകുടീരം. അതൊക്കെ ആരാണ്? ഡെലിനോയുടെ ശവകുടീരം എവിടെയാണ്? ഉദയഗിരി കോട്ടയിലാണ് ഉള്ളത്. അതേപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ ദിവാൻമാർ ആരൊക്കെയാണ്? അറമുഖൻ പിള്ളയും താണുപിള്ളയും രാമയ്യൻ പിള്ളയും. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആരായിരുന്നു? അത് രാമയ്യൻ ആയിരുന്നു. ഇത് ഇയേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി യൂസ് ആവും. അതായത് നമ്മളിങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ മാർത്താണ്ഡവർമ്മയുടെ ദിവാനുടെ കാലഘട്ടമായിരുന്നു താണുപിള്ള 1736 തൊട്ടിട്ട് 37, അല്ലെങ്കിൽ രാമയ്യൻ പിള്ള 1737 തൊട്ടിട്ട് 56 വരെ. ആ സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിലൊക്കെ വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കേരള ചരിത്രത്തിൽ മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം അറിയപ്പെടുന്നത് എന്താ? ചോരയുടെയും ഇരുമ്പിന്റെയും നയം. എന്താ? ചോരയുടെയും ഇരുമ്പിന്റെയും നയമാണ് എന്ത്? മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം എന്ന രീതി പറയുന്നത്. കണ്ടെഴുത്ത് എന്ന സമ്പ്രദായത്തിന് നേതൃത്വം നൽകിയ റവന്യൂ മന്ത്രി ആരാണ്? പള്ളിയാടി മല്ലൻ ശങ്കരൻ എന്ന രീതിയിൽ ആരാണ്? കണ്ടെഴുത്ത് സമ്പ്രദായം. കണ്ടെഴുത്ത് ആരാ? അത് പള്ളിയാടി മല്ലൻ ശങ്കരനാണ്. മല്ലൻ ശങ്കരനാണ് വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയിട്ട് വിഭജിക്കുന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയത്. അതാരാണ്? മല്ലൻ ശങ്കരനാണ് ഈ 4 നടത്തുന്നത്. ദേവസ്വം, മഹസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയിട്ട് വിഭജിക്കുന്ന സമ്പ്രദായം ഏർപ്പെടുത്തുന്നത്. തിരുവിതാംകൂറിലെ ചെക്ക് പോസ്റ്റുകൾ അറിയപ്പെടുന്നത് എന്താ? ചൗക്കുകളായിരുന്നു തിരുവിതാംകൂറിലെ ചെക്ക് പോസ്റ്റുകൾ അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിലെ തഹസിൽദാർ അറിയപ്പെടുന്നത് എന്താ? കാര്യക്കാർ. തഹസിൽദാർ, അതായത് ഇന്നത്തെ വില്ലേജ് ഓഫീസറാണ് തഹസിൽദാർ ഉദ്ദേശിക്കുന്നത്. കാര്യക്കാരായിരുന്നു അന്നത്തെ പേര്. പൊതുചെലവിന്റെ പല ഇനങ്ങൾക്ക് വേണ്ടി വെവ്വേറെ നിശ്ചിത തുക നീക്കി വെച്ചുകൊണ്ട് പതിവ് കണക്ക് എന്ന വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. പതിവ് കണക്ക് തുടങ്ങുന്ന ആരാ? അത് മാർത്താണ്ഡവർമ്മയാണ്. പതിവ് കണക്ക് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ സദസ്സ് അലങ്കരിച്ചിരുന്ന പ്രശസ്ത കവികളായിരുന്നു കുഞ്ചൻ, രാമാനത്ത് വാര്യർ, ഉണ്ണിവാര്യർ. അതാരൊക്കെയാണ്? കുഞ്ചൻ നമ്പ്യാർ, രാമത്ത് വാര്യർ, ഉണ്ണിവാര്യർ. ഈ 3 ആരാണ്? കുഞ്ചൻ, രാമൻ, ഉണ്ണി എന്ന രീതിയിൽ പഠിക്കുക. കുഞ്ചൻ, രാമൻ, ഉണ്ണി. അതിന്റെ കൂടെ ഒരു വാര്യർ, നമ്പ്യാരൊക്കെ കൂട്ടിയാൽ മതി. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, കായംകുളം പിടിച്ചു, പുറക്കാട് പിടിച്ചു, അങ്ങനെ കുറേ സ്ഥലങ്ങൾ പിടിച്ചിട്ടുണ്ട്. ആരുടെയൊക്കെ സഹായത്തോടെ? രാമയ്യൻ തളവയുടെ സഹായത്തോടെയും അതേപോലെ തന്നെ ഡെലിനോയുടെ സഹായത്തോടു കൂടി അത് എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കുമനുഷ്യൻ ഏതൊക്കെയാണ്? നെയ്യാറ്റിങ്കര രാജകുമാരൻ, അതേപോലെ തന്നെ ഉരുക്കുമനുഷ്യൻ, പിന്നെന്താ നെയ്യാറ്റിങ്കര രാജകുമാരൻ, ഉരുക്കുമനുഷ്യൻ, തിരുവിതാംകൂറിന്റെ ഉരുക്കുമനുഷ്യൻ, അതേപോലെ തന്നെ എന്തായിരുന്നു നേരത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീ പത്മനാഭദാസൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ആരാണ്? അത് മാർത്താണ്ഡവർമ്മയായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ ആദ്യത്തെ ദളവ ആയിരുന്നു? അത് അർമുഖം പിള്ളയായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വർഷങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അടുത്തതാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള സൂത്രധാരനായിരുന്നു രാമയ്യൻ തളവ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് ഓരോ യുദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ യുദ്ധത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന കാര്യമാണ് അത് ഡെലിനോയ് രാമയ്യൻ ദളവയായിരുന്നു. ഏറ്റവും കൂടുതൽ സൂത്രധാരൻ ആരായിരുന്നു? അത് ദളവയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവെക്കുന്ന ഉടമ്പടിയായിരുന്നു എന്ത്? വേണാട് ഉടമ്പടി. ആരാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി. പിന്നെ അടുത്ത പോയിന്റ് നോക്കാം. കായംകുളത്തെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. കായംകുളത്തെ ശ്രീ കൃഷ്ണപുരം പാലസിലെ ഗജേന്ദ്രമോഹൻ ചുവർച്ചിത്രം പണി കഴിപ്പിച്ചത് ആരാണെന്ന രീതിയിൽ അത് നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. 1746 അത് പണി കഴിപ്പിച്ചത്. പത്മനാഭ ക്ഷേത്രം പുതുക്കി പണിഞ്ഞ രാജാവ് ആരാണ്? അത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. കൃഷ്ണ ശർമ്മൻ എന്നായിരുന്നു ആസ്ഥാന കവിയായിരുന്നത്. 1758 ആള് തിരുവിതാംകൂർ വിട്ടുപോയി. പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യത്തെ മലയാള സാഹിത്യകൃതി ആരായിരുന്നു? അത് മാർത്താണ്ഡവർമ്മയായിരുന്നു. അതാരാ? CV രാമപിള്ളയായിരുന്നു അത് മാർത്താണ്ഡവർമ്മയത്. പിന്നീട് അത് ചലച്ചിത്രമാക്കപ്പെട്ടു. ആദ്യത്തെ സാഹിത്യകൃതിയാണ്. കലാസാഹിത്യം എന്ന രീതിയിലുള്ള ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടും ഇത് വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു CV രാമൻപിള്ള രചിച്ച കേരളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് പേരാണ് മാർത്താണ്ഡവർമ്മ. ആരാണ്? CV രാമൻപിള്ളയാണ് എഴുതിയത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കലാ സാഹിത്യം സംസ്കാരം എന്ന രീതിയിൽ അതിലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ഇത്രയൊക്കെയാണ് മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യം. നിങ്ങൾക്കിനി എന്തെങ്കിലും റാങ്ക് ഫയൽ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് കിട്ടും. അല്ലെങ്കിൽ ക്ലാസ് ഒന്നുകൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇയേഴ്സും കൂടി കളക്ട് ചെയ്യാനുള്ളൊരു മെന്റാലിറ്റിയും കൂടി വരും. അതുപോലെ തന്നെ ഈ പോയിന്റ്സ് ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ PSC ചോദിച്ചുള്ള ഓരോ പോയിന്റ്സ് ആണ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോഴും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇയേഴ്സും കൂടെ ഒപ്പം പഠിക്കുകയാണെങ്കിൽ, എഴുതി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് പിന്നീട് പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് ഈ മാർത്താണ്ഡവർമ്മ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ധർമ്മരാജ അതുമായിട്ടുള്ള രാജാക്കന്മാരെ തൊട്ടിട്ട് ഇങ്ങനെ പഠിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ടുള്ള PSC പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഈ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സസ് എടുക്കാനുള്ള ഒരു ഊർജ്ജം നൽകത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ക്ലാസ്സുകളിൽ എടുക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നതാണ്. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.